ഹായ് ഡിയേഴ്സ്, ഒരുപാട് കാലമായില്ലേ ഞാൻ ഈ വഴിയൊക്കെ വന്നിട്ട്. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തതാണ്, പക്ഷെ അത് കുറച്ച് നീണ്ടുപോയി. ഞാൻ ഈയിടെ രസകരമായൊരു ഡ്രാമ കണ്ടു. നല്ല കോമഡിയും റൊമാൻസും ഒക്കെയുള്ളൊരു ഡ്രാമ. ഏതാണതെന്നല്ലേ? ഈയിടെ റിലീസായ ബോൺ അപ്പറ്റീറ്റ് യുവർ മെജസ്റ്റി എന്ന ഡ്രാമ. നമുക്കെന്നാ ആ കഥ എന്താണെന്ന് കണ്ടു നോക്കിയാലോ? കഥ തുടങ്ങുമ്പോൾ കാണുന്നത് ക്രൂരനും ദുഷ്ടനുമായ ഒരു രാജാവിനെയാണ്. അവനാണ് നമ്മുടെ കഥയിലെ ഹീറോ. പേര് ഇയോൻ. ആ മുഖം കണ്ട അത്ര ദുഷ്ടനാണെന്നൊന്നും പറയൂല അല്ലേ? 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു നമ്മുടെ കഥയിലെ ഈ ഹീറോ. ജെസോൺ എന്നാണ് ആ കാലഘട്ടത്തിന്റെ പേര്. നമ്മുടെ ആ രാജാവിന്റെ മുന്നിലേക്ക് കൊട്ടാരം കാവൽക്കാര് ഒരു പെൺകുട്ടിയെ കൈയെല്ലാം കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നായിക ജിയോങ്. ഇവളെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നാണ് അവിടെ കൂടിയിരിക്കുന്നവരെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതും നമ്മുടെ രാജാവും വാൾ ഊരിയെടുത്ത് അവളുടെ കഴുത്തിന് നേരെ പിടിച്ചു. ഇപ്പൊ രാജാവ് അവളുടെ തല വെട്ടു എന്നെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ രാജാവ് ജിയോങ്ങിനോട് പറഞ്ഞു, നീ ഇന്നലെ ഉണ്ടാക്കിയ ആ വിഭവമില്ലേ, അതെന്നെ വല്ലാതെ കുഴപ്പത്തിലാക്കി. നീ എന്ത് ചേർത്താണ് അത് ഉണ്ടാക്കിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്കത് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ ദിവസവും എനിക്കുള്ള ഭക്ഷണം നീ ഉണ്ടാക്കണം. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളായിരിക്കണം ഉണ്ടാക്കുന്നത്. എല്ലാ വിഭവങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുകയും വേണം. ഒരു ദിവസം ഉണ്ടാക്കിയ ഭക്ഷണം വീണ്ടും ഉണ്ടാക്കുകയോ നീ ഉണ്ടാക്കിയ ഏതെങ്കിലും ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടാതെ വരികയോ ചെയ്താൽ അന്ന് നിന്റെ ഈ കഴുത്തിന് മുകളിൽ തല കാണില്ല. ഞാൻ നിന്നെ കൊട്ടാരത്തിന്റെ മുഖ്യ പാചകക്കാരിയായി നിയമിക്കുകയാണ് എന്ന് പറഞ്ഞ് രാജാവ് അവളുടെ കെട്ടുകളെല്ലാം വാളുകൊണ്ട് അറുത്തുമാറ്റി. നമ്മുടെ നായികയും, ശരി തിരുമനസ്സേ, അങ്ങയെ കുഴപ്പിച്ച ഭക്ഷണം ഉണ്ടാക്കിയത് എന്റെ തെറ്റാണ്, ഞാൻ അങ്ങ് പറയുന്ന പോലെ എല്ലാം ചെയ്തോളാം എന്ന് പറയാണ്. പുറത്തങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിനകത്ത് മറ്റൊന്നാണ്. തൽക്കാലം ഈ രാജാവ് പറയുന്നത് പോലെ നിൽക്കാം. ആ സമയം കൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. എങ്ങോട്ട് തിരിച്ചു പോകുന്ന കാര്യമാണ് ഇവൾ പറയുന്നത്? നമ്മുടെ ആധുനിക കാലത്തേക്ക്, 2025ലേക്ക്. നമ്മുടെ ഹീറോയിൻ ഈ 500 വർഷം പിറകിലുള്ള ജിസോൺ കാലത്ത് ജീവിച്ചിരുന്നവളല്ല, മറിച്ച് ഇപ്പോ 2025 ജീവിച്ചിരുന്നവളാണ്. ഒരബദ്ധത്തിൽ അറിയാതെ ടൈം ട്രാവൽ ചെയ്ത് ആ കാലഘട്ടത്തേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടു. അവള് ഇവിടെ എത്തിപ്പെടുന്നതിന് തൊട്ട് തലേ ദിവസം പാരീസിൽ നടക്കുന്ന ഒരു വലിയ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയായിരുന്നു. ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരുന്ന കുക്കിംഗ് കോമ്പറ്റീഷൻ അതിന്റെ ലാസ്റ്റ് റൗണ്ട് എത്തി. ഒരു രാജാവിനുള്ള ഭക്ഷണം തയ്യാറാക്കണം എന്നതാണ് ആ റൗണ്ടിന്റെ തീം. നമ്മുടെ ജിയോൺ ഉണ്ടാക്കുന്നത് ജിസോൺ കാലഘട്ടത്തിലെ ഭക്ഷണമാണ്. പക്ഷെ അവസാനം ആയപ്പോഴേക്കും അവളുടെ കൗണ്ടറിൽ മാത്രം ഗ്യാസ് കത്തുന്നില്ല. കോമ്പറ്റീഷൻ തീരാനാണെങ്കിൽ ഇനി 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഇനിയിപ്പോ ഗ്യാസ് ഒന്നും മാറ്റി കൊണ്ടുവെക്കാനുള്ള സമയവുമില്ല. എന്ത് ചെയ്യുന്നതിനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു മൂലയ്ക്ക് കുറച്ച് വൈക്കോല് വെച്ചിരിക്കുന്നത് കണ്ടത്. അവൾ ഉടനെ അതെടുത്തുകൊണ്ടുവന്ന് ഒരു പാത്രത്തിലിട്ടു. എന്നിട്ട് തീ കത്തിച്ചു. എന്നിട്ട് അവള് മുറിച്ചു വെച്ചിരുന്ന ഇറച്ചി കഷ്ണങ്ങളെല്ലാം ആ തീയിൽ ഗ്രില്ല് ചെയ്തെടുത്തു. ഈ ജിസോൺ കാലത്താണ് ആദ്യമായി ഇറച്ചി ഗ്രില്ല് ചെയ്ത് സ്റ്റേക്ക് ആക്കാൻ തുടങ്ങിയത് എന്ന് അവൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സമയത്ത് തന്നെ അവൾ ആ വിഭവം തയ്യാറാക്കി. ജഡ്ജസിനാണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ പുകയുടെ മണമെല്ലാം ആ സ്റ്റേക്കിനകത്ത് കയറി അതിന്റെ രുചി ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു. ജഡ്ജസിനും അതൊരു പുതുമയുള്ള രുചിയായിരുന്നു. അങ്ങനെ നമ്മുടെ നായിക പാട്ടും പാടി ആ കോമ്പറ്റീഷൻ ജയിച്ചു. അവളിനി പാരീസിലെ ഒരു മിഷലിൻ 3 സ്റ്റാർ റെസ്റ്റോറന്റിന്റെ ഹെഡ് ഷെഫാണ്. കോമ്പറ്റീഷനിൽ ജയിച്ച് ഹെഡ് ഷെഫാവാൻ പോകുന്ന കാര്യം അന്ന് വൈകുന്നേരം തന്നെ അവൾ അവളുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അടുത്ത ദിവസം അവള് കൊറിയയിലേക്ക് പോകുന്നുണ്ട് അച്ഛനെ കാണാൻ. അതിന് തൊട്ടു മുമ്പായിട്ട് വിളിച്ചതാണ് അവള്. അവളുടെ അച്ഛന്റെ ഒരു ഫ്രണ്ട് പാരീസിലുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഒരു വളരെ പഴയ പുസ്തകമാണത്. അതും കൂടെ വരുമ്പം കൊണ്ടുവരണമെന്ന് അച്ഛൻ അവളോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ പുസ്തകവും കൊണ്ട് ജിയോങ് കൊറിയയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ആ പുസ്തകം അവളുടെ ഹാൻഡ് ബാഗിൽ തന്നെയുണ്ട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ വായിക്കാലോ. ഫ്ലൈറ്റ് മുകളിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ പൈലറ്റിന്റെ ഒരു അനൗൺസ്മെന്റ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് വലത്തേക്ക് നോക്കൂ, ഇന്ന് സൂര്യഗ്രഹണം നടക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്നും വലതുഭാഗത്തേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. ഉടനെ നമ്മുടെ ജിയോങ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. ശരിയാണ്, സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിയോങ്ങിന്റെ അടുത്തിരിക്കുന്നയാളും സൂര്യഗ്രഹണം കാണാൻ വേണ്ടി ഏന്തി വലിഞ്ഞു നോക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മേശപ്പുറത്ത് വെച്ചിരുന്ന കാപ്പി തട്ടി അവളുടെ മേൽ വീണു. കാപ്പിയല്ല അവളുടെ ഉടുപ്പിലും ഹാൻഡ് ബാഗിലും ഒക്കെ മറിഞ്ഞു. ആ പഴയ പുസ്തകവും നനഞ്ഞു. പുരാതന കാലത്തുള്ളൊരു പുസ്തകല്ലേ, അത് നനഞ്ഞ് വൃത്തികേടായിപ്പോയാൽ വലിയ നഷ്ടാണ്. അവൾ ഉടനെ ഹാൻഡ് ബാഗും പുസ്തകവും ഒക്കെ എടുത്ത് ബാത്റൂമിലേക്ക് ഓടി. വാഷ് ബേസിനിലെ വെള്ളം കൊണ്ട് പുസ്തകത്തിന്റെ ഓരോ പേജായി വൃത്തിയാക്കാൻ തുടങ്ങി. മങ്കുൻ ലുക്ക് എന്നോ മറ്റോ ആണ് ആ പുസ്തകത്തിന്റെ പേര്. ആദ്യത്തെ കുറച്ച് പേജുകളിൽ കുറച്ച് റെസിപ്പീസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇത് പഴയ കാലത്തെ ഒരു റെസിപ്പി ബുക്കായിരിക്കും എന്ന് അവൾക്ക് തോന്നി. അവള് പുസ്തകം മറിച്ച് അവസാനത്തെ പേജെത്തി. ആ പേജിലൊരു കുറിപ്പുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവളെ, നീ ഇതെന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൾ അത് വായിച്ചതും പെട്ടെന്ന് ആ വിമാനമൊക്കെ കുലുങ്ങാൻ തുടങ്ങി. എന്നാൽ ഈ കുലുക്കം
ആ ബാത്റൂമിനകത്ത് മാത്രമായിരുന്നു. പുറത്തുള്ളവരൊന്നും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ പുസ്തകം അവളെ അകത്തേക്ക് പിടിച്ചു വലിക്കുന്ന പോലെ തോന്നി. ഏതോ ഒരു ഇടനാടിയിലൂടെ അവൾ സഞ്ചരിക്കാൻ തുടങ്ങി. അവസാനം ഒരു കാട്ടിൽ പോയി വീണതോ മൃഗങ്ങളെ പിടിക്കാൻ വിരിച്ചിരുന്ന ഒരു വലയിലും. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധവും പോയി. ആ സമയത്താണ് നമ്മുടെ ഇയോൻ രാജാവ് വേട്ടയാടാനായി ആ കാട്ടിലേക്ക് വരുന്നത്. അവിടെയും അന്ന് സൂര്യഗ്രഹണം നടക്കുന്ന ദിവസമാണ്. രാജാവിന്റെ കൊട്ടാരത്തിൽ അന്ന് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നുണ്ട്. സൂര്യഗ്രഹണ ദിവസം പ്രാർത്ഥനകൾ നടത്തിയില്ലെങ്കിൽ ആ രാജ്യത്തേക്കൊരു പെൺപ്രേതം വരും എന്നാണ് വിശ്വാസം. പക്ഷെ രാജാവ് ഇതിനൊന്നും പങ്കെടുക്കാൻ നിൽക്കാതെ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുകയാണ്. രാജാവിനൊരു വിശ്വസ്തനുണ്ട്, ചാങ്. ചെറുപ്പം മുതൽ രാജാവിനൊപ്പമുണ്ട് ഈ ചാങ്. ചാങ് രാജാവിനോട് പറഞ്ഞു, നാട്ടിൽ കലാപകാരികളുടെ എണ്ണം ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയെ കൊല്ലാനായി തക്കം പാർത്തിരിക്കുകയാണ് അവര്. ഈ കാട്ടിലിങ്ങനെ ഒരുപാട് നേരം നിൽക്കരുത്, സൂക്ഷിക്കണം. എന്നാൽ രാജാവ് ചാങ് പറയുന്നൊന്നും വകവെക്കാതെ വേട്ട തുടരുകയാണ്. രാജാവിന്റെ മനസ്സിനെ മറ്റെന്തൊക്കെയോ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് അവന് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. അച്ഛന്റെ ആജ്ഞപ്രകാരം സേവകർ അമ്മയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അവൻ കണ്ടിരുന്നു. അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ അവൻ ശ്രമിച്ചതാണ്. ആ സമയത്ത് ഈ ചാങ് ആണ് വന്നവന്റെ വായ പൊത്തിപ്പിടിച്ചത്. തിരുമനസേ, ഒച്ചവെക്കല്ലേ, അങ്ങിതറിഞ്ഞെന്നറിഞ്ഞ അങ്ങയെ അവർ വെറുതെ വിടില്ല എന്ന് ചാങ് അവനോട് പറഞ്ഞു. അന്ന് അമ്മയെ നഷ്ടപ്പെട്ട ആ വേദനയും ട്രോമയും എല്ലാം ഭയങ്കര ദേഷ്യമായി അവന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുകയാണ്. ആ ദേഷ്യം തീർക്കാനാണ് ഇന്ന് അവൻ വേട്ടയ്ക്കിറങ്ങിയത്. അവന്റെ പ്രധാന ഇര മാനുകളാണ്. വന്ന ഉടനെ തന്നെ ഒരു മാനിനെ അവൻ അമ്പെയ്ത് കൊല്ലുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ മാനുകളെ വേട്ടയാടി പിടിക്കുന്നവർക്ക് ഞാനൊരു സമ്മാനം തരും എന്ന് രാജാവ് കൂട്ടാളികളോട് പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ ജിയോങ്ങിന് ബോധം വന്നു. ഞാനിതെവിടെയാ, ഇതേതാ സ്ഥലം? ഒന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഉടനെ അവൾ ബാഗിൽ നിന്ന് ഫോണ് പുറത്തെടുത്തു. നോക്കിയപ്പോ അതില് നെറ്റ്വർക്കും ഇല്ല, ഒരു കട്ട പോലും ഇല്ല. ഇതെന്തത്ഭുതാണ്! മൊബൈലിന് ഒട്ടും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമോ? ഞാൻ എവിടെയായി വന്ന് വീണത്? അപ്പോഴാണ് ഒരു കുറുക്കൻ രാജാവിന് മുന്നിലൂടെ നടന്നു വരുന്നത്. വാ, എന്നെ പിടിക്ക് എന്ന് പറയുന്ന പോലെയായിരുന്നു ആ കുറുക്കന്റെ നടത്തം. ഉടനെ രാജാവ് ആ കുറുക്കന്റെ പിറകെ വിട്ടു. കുറുക്കൻ നേരെ ഓടിയത് നമ്മുടെ ജിയോങ്ങിനടുത്തേക്കാണ്. രാജാവാണെങ്കിൽ ഒന്നും നോക്കാതെ കുറുക്കന് നേരെ തുടരെ അമ്പെയ്തോണ്ടിരിക്കുകയാണ്. അതിലൊരമ്പ് നമ്മുടെ ജിയോങ്ങിന്റെ വലയിലും കൊണ്ടു. വല മുറിഞ്ഞ് അവൾ താഴേക്ക് വീണു. ആരോ താഴേക്ക് വീഴുന്നൊക്കെ നമ്മുടെ രാജാവ് കാണുന്നുണ്ട്. പക്ഷേ രാജാവ് നിർത്താതെ അമ്പെയ്തോണ്ടിരിക്കുകയാണ്. ഉടനെ ജിയോങ് ഓടി ഒരു മരത്തിന് പിറകിൽ പോയി ഒളിച്ചു. ഇതെന്താന്ന് കരുതി തല പൊക്കി നോക്കിയപ്പോ ഒരു കുതിരപ്പുറത്ത് പഴയ കാലത്തുള്ള രാജാക്കന്മാരുടെ വേഷത്തിലൊരാള്. രാജാവ് നോക്കിയപ്പോ വിചിത്രമായ വേഷം ധരിച്ചൊരു പെൺകുട്ടി. ഇനി ഗ്രഹണസമയത്ത് പെൺപ്രേതം വരുമെന്ന് പറഞ്ഞത് ശരിയാണോ? ഇതാണോ ആ പ്രേതം എന്ന് രാജാവിന് തോന്നി. രാജാവ് ഉടനെ അവളുടെ നേരെ നിർത്താതെ അമ്പെയ്യാൻ തുടങ്ങി. എന്റെ നേരെ എന്തിനാ അമ്പായിക്കുന്നത്? ആ കുറുക്കൻ പോയി എന്നെല്ലാം ജിയോങ് പറഞ്ഞു നോക്കി. എന്നിട്ട് രാജാവ് നിർത്തുന്നില്ല. പിന്നെ ജിയോങ് ഒന്നും നോക്കിയില്ല. ഫുൾ സ്പീഡിലൊരു ഓട്ടം. രാജാവും വിട്ടില്ല. അവനും കുതിരപ്പുറത്ത് അവളെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഓടി ജിയോങ് ഒരു പാറപ്പുറത്തെത്തി. അതിന് താഴെ വലിയ കൊക്കയാണ്. ഇനി മുന്നോട്ട് പോയാൽ താഴെ വീഴും. രാജാവാണെങ്കിൽ അമ്പെയ്യുന്നത് നിർത്തുന്നുമില്ല. നീ എന്തായി കാണിക്കുന്നേ? ആ കുറുക്കനൊക്കെ നേരത്തെ പോയി എന്നെല്ലാം പറഞ്ഞു നോക്കിയിട്ടും രാജാവ് അവളുടെ നേരെ അമ്പ് ഉന്നം പിടിച്ചോണ്ട് തന്നെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? അവൾ ഉടനെ ബാഗിൽ നിന്ന് ഒരു ഗാഡ്ജറ്റ് പുറത്തെടുത്തു. അതിന്റെ സ്വിച്ച് ഞെക്കിയാൽ അതിൽ നിന്ന് ചെറിയ ഷോക്ക് വരും. സ്വയരക്ഷയ്ക്കായി ബാഗിൽ എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു ഗാഡ്ജറ്റാണത്. അതെടുത്ത് കാട്ടി രാജാവിനോട് അവള് പറഞ്ഞു, ഇത് കണ്ടോ, ഇതിൽ 10,000 വോൾട്ടാണ്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. നമ്മളെ വെല്ലുവിളിച്ചു. ഇത് കേട്ട് രാജാവ് പറയും, നീ ഏതാ ഒരു വിചിത്ര ജീവി? നീ മനുഷ്യനാണോ അതോ പ്രേതോ? അതിരിക്കട്ടെ, നീ എന്താ എന്നെ വിളിച്ചത്? നീന്നോ? ഇത് കേട്ട് നിന്നെ നീന്നല്ലാതെ ഞാൻ വിളിക്കാൻ പറ്റുമോ എന്ന് ജിയോങ്ങും ചോദിച്ചു. ഇത് കേട്ടതും രാജാവിനങ്ങ് ദേഷ്യം വന്നു. അവൻ ഉടനെ അവളുടെ നേരെ കമ്പയച്ചു. അമ്പ് വരുന്ന കണ്ട് ഉടനെ ജിയോങ് അവളുടെ ഹാൻഡ് ബാഗ് എടുത്ത് മുന്നിൽ പിടിച്ചു. അമ്പ് അവളുടെ ഹാൻഡ് ബാഗും കൊണ്ട് കൊക്കയുടെ താഴേക്ക് എവിടേക്കോ വീണു. അങ്ങനെ ബാഗും പോയി. ഇനി എന്ത് ചെയ്യും? ഹലോ, നീ ഏതെങ്കിലും ഷൂട്ടിംഗ് സെറ്റെന്ന് വരുവാണോ? ഇവിടെ ഷൂട്ടിംഗ് ഒന്നും ഇല്ല. നീ ക്യാരക്ടറിന്ന് പുറത്തേക്ക് വാ എന്നെല്ലാം ജിയോങ് പറഞ്ഞു നോക്കി. രാജാവിന്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ല. അവൻ അടുത്ത അമ്പെടുക്കാനായി ആവനാഴിയിൽ പരതി. നോക്കിയപ്പോ അമ്പെല്ലാം കഴിഞ്ഞു. ഉടനെ രാജാവ് വാളൂരി കുതിരപ്പുറത്ത് നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. അവളെ വെട്ടാനായി ഓങ്ങിയതും പെട്ടെന്നൊരു അമ്പ് പാഞ്ഞു വന്ന് രാജാവിന്റെ നെഞ്ചിൽ തറച്ചു. രാജ്യത്ത് രാജാവിനെതിരെ തിരിഞ്ഞ ഒരുപാട് കലാപകാരികളുണ്ടെന്ന് ചാങ് നേരത്തെ പറഞ്ഞില്ലേ? അതിലൊരാളായിരിക്കണം ആ അമ്പയച്ചത്. അമ്പ് കൊണ്ടതും രാജാവ് മറിഞ്ഞ് ജിയോങ്ങിന്റെ മേൽ വീണു. രണ്ടുപേരും ആ പാറപ്പുറത്ത് നിന്ന് താഴെ നദിയിലേക്ക് വീണു. വീഴുന്നതിനിടയിൽ അവളുടെ ബാഗ് ഒരു കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു. ഈ സംഭവമെല്ലാം നടന്ന കാട്ടിന്റെ അടുത്ത് ഒരു പട്ടണമുണ്ട്. അവിടേക്ക് രാജാവ് അയച്ച ഒരു കൂട്ടം ആളുകളെത്തി. ചെയോങ് എന്നാണ് ഈ കൂട്ടത്തിന്റെ പേര്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഒരു അച്ഛനും മകനുമാണ്. അച്ഛൻ ആ രാജ്യത്തിലെ ഒരു മന്ത്രിയാണ്. മകനാകട്ടെ ചീഫ് റോയൽ സെക്രട്ടറിയും.
മാത്രമല്ല നമ്മുടെ രാജാവിന്റെ അർദ്ധ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നതും അവനാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രാജാവിന്റെ അളിയൻ. അതുമാത്രമല്ല രാജാവിന്റെ കളിക്കൂട്ടുകാരനുമാണവൻ. ചെറുപ്പം മുതലേ അവരെപ്പോഴും ഒരുമിച്ചാണ്. അവന്റെ പേരാണ് ഇം സോങ്ജെ. നമുക്ക് സോങ് എന്ന് വിളിക്കാം. ഇനി ഈ ചെയോങ് കൂട്ടം എന്തിനാണ് ഈ പട്ടണത്തിലേക്ക് വന്നത്? ഈ പട്ടണത്തിന്റെ ഗവർണർ ഹോങ് രാജാവിന് തുടർച്ചയായി സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. ഈ രാജാവിന്റെ അന്തപുരത്തിൽ രാജാവിന് പ്രിയപ്പെട്ട ഒരു പെണ്ണുണ്ട്. അവളെക്കുറിച്ചുള്ള പരാതികളാണ് ഈ സന്ദേശങ്ങളിൽ മുഴുവൻ. അതുകൊണ്ടാണ് ഈ ചെയോങ് കൂട്ടത്തെ അങ്ങോട്ടയച്ചത്, ആ ഗവർണറെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഈ ചെയോങ് കൂട്ടം എന്ന് പറഞ്ഞാൽ തന്നെ ആ നാട്ടിലെ എല്ലാവർക്കും പേടി സ്വപ്നാണ്. അത്രയ്ക്ക് ദുഷ്ടരാണവര്. അവർ നല്ല ഏത് പെണ്ണിനെ കണ്ടാലും പിടിച്ചോണ്ടു പോവും രാജാവിന് കാഴ്ചവെക്കാൻ. ഈ സമയമാകുമ്പോഴേക്കും നദിയിലേക്ക് വീണ നമ്മുടെ ജിയോങ്ങും രാജാവും ഇല്ലേ, അവരെ കരയിലെത്തിയിരുന്നു. ജിയോങ്ങിന് അപ്പോഴേക്കും ബോധം വന്നു. അവളുടെ അടുത്ത് തന്നെ ആ രാജാവും ഉണ്ട്. നോക്കിയപ്പോ ആ രാജാവിനെ ശരിക്കും അമ്പയിച്ചിട്ടുണ്ട്. അവൾക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ അറിയില്ലല്ലോ അവൾ ടൈം ട്രാവൽ ചെയ്ത് 500 വർഷം പിറകിലേക്ക് വന്നിരിക്കുകയാണെന്ന്. അമ്പ് കൊണ്ട മുറിവിൽ നിന്നാണെങ്കിൽ നന്നായി രക്തം വരുന്നുമുണ്ട്. അവൾ പെട്ടെന്ന് അവളുടെ കഴുത്തിൽ കെട്ടിയിരുന്ന സ്കാർഫ് എടുത്തു. എന്നിട്ട് രാജാവിന്റെ മുറിവിൽ മുറുക്കി കെട്ടി. രക്തം പോകുന്നത് തടഞ്ഞു. ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അതിനാണെങ്കിൽ കയ്യിൽ ഫോണും ഇല്ല. അവളുടെ ഫോൺ ആ ഹാൻഡ് ബാഗിലല്ലേ ഉള്ളത്. ഇനി ഇവന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവോ എന്ന് നോക്കാൻ വേണ്ടി അവൾ രാജാവിന്റെ ഉടുപ്പിലെല്ലാം തപ്പി നോക്കി. നോക്കുമ്പോ രാജാവിന്റെ ഉടുപ്പിന് പോക്കറ്റും ഇല്ല. അപ്പോഴേക്കും രാജാവ് ഉണർന്നു. നീ ഇതാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഉടുപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കഠാരയെടുത്ത് അവളുടെ നേരേക്ക് നീട്ടി. അവള് പേടിച്ചുപോയി. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല. നിന്റെ മുറിവിൽ നിന്ന് രക്തം പോകുന്നത് തടഞ്ഞത് ഞാനല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യോ എന്നവള് ചോദിച്ചു. എന്നെ ജീവനോടെ പിടിക്കാനാണ് നീ മുറിവ് വെച്ച് കെട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അവളുടെ നേരേക്കടുത്തു. അവളും വിട്ടുകൊടുത്തില്ല. രാജാവിന്റെ കയ്യിൽ നിന്ന് ആ കഠാര തട്ടി മാറ്റി അവളത് കയ്യിലെടുത്തു. ഉടനെ രാജാവ് പറഞ്ഞു, ഈ രാജ്യത്തെ രാജാവെന്ന നിലയിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്, കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇത് കേട്ട് അവൾക്ക് ആകെ ചിരി വന്നു. രാജാവോ? ഏത് രാജ്യത്തെ രാജാവ്? അവൻ പറഞ്ഞു, ഈ രാജ്യത്തെ. ഇത് കേട്ട് അവൾക്ക് പിന്നെയും ചിരി വന്നു. നിനക്ക് അമ്പ് നെഞ്ചിലാണോ അതോ തലയിലാണോ കൊണ്ടത്? പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടും രാജാവ് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. രാജാവ് അവളുടെ നേരേക്ക് കത്തി പിടിച്ചു വാങ്ങാനായി വന്നു. അവര് തമ്മിൽ ഉന്തും തള്ളുമായി. അതിനിടയില് കത്തിയെടുത്ത് പൊങ്ങാൻ നോക്കിയപ്പോൾ രാജാവിന്റെ തല ജിയോങ്ങിന്റെ താടിയിൽ ചെന്നിടിച്ചു. ഉടനെ രാജാവിന്റെ ബോധം വീണ്ടും പോയി. ഇവന് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഉടനെ ജിയോങ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് തുണിയെടുത്ത് രാജാവിനെ കെട്ടിവരിഞ്ഞു. കൈ അനക്കാൻ പറ്റിയാലല്ലേ കൊല്ലാൻ വരൂ. എന്നിട്ടൊരു വടിയെടുത്ത് അവനെ കുത്തി എഴുന്നേപ്പിച്ചു. ശരിക്കും പറഞ്ഞാ ജിയോങ്ങിന് അവനെ അവിടെ ഇട്ടിട്ട് പോവാൻ തോന്നിയില്ല. അതുകൊണ്ട് കൂടെ കൂട്ടാൻ തന്നെ കരുതി. രാജാവ് കണ്ണുറന്നു നോക്കിയപ്പോ ആ പെൺപ്രേതം അവിടെ തന്നെയുണ്ട്. നീ ഒരു പ്രേതല്ലേ, എന്നെ കൊല്ലാൻ നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് രാജാവ് ചോദിച്ചു. ഞാനൊരു പ്രേതമൊന്നുമല്ല, എന്റെ കൂടെ വാ, കമോൺ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് രാജാവിനെ വലിച്ചുകൊണ്ട് അവൾ നടക്കാൻ തുടങ്ങി. രാത്രിയായി. രാജാവിനെ കാണാനില്ലെന്ന വിവരം അപ്പോഴേക്കും രാജാവിന്റെ അന്തഃപുരത്തിൽ അറിഞ്ഞു. ഈ ചൈനയിലെയും കൊറിയയിലെയൊക്കെ രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടാവും. ഭാര്യമാരെന്ന് പറഞ്ഞാൽ ശരിക്കും വിവാഹം കഴിച്ചതല്ല. രാജാവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാനായി ആ രാജ്യത്തെ നല്ല പണവും അധികാരവും ഒക്കെയുള്ള ആളുകൾ തങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളെ രാജാവിന് കൊടുക്കും. ഇതിലൊരാളെ മാത്രമേ രാജാവ് വിവാഹം കഴിക്കൂ. ബാക്കിയുള്ളവരെല്ലാം രാജാവിന്റെ കാമുകിമാരായി കൂടെ കഴിയും. ഈ പെൺകുട്ടികൾ വരുന്ന കുടുംബത്തിന്റെ പവർ അനുസരിച്ച് അവർക്കും അന്തഃപുരത്തിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ സ്ഥാനം ഭാര്യയ്ക്കാണ്. അതിന് തൊട്ടു താഴെയാണ് കോൺസോർട്ട്. അങ്ങനെ ഒരു കോൺസോർട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന പെൺകുട്ടി. അവളുടെ പേരാണ് കാങ്. ഇവൾക്കെതിരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗവർണർ ഹോങ് എപ്പോഴും പരാതികൾ അയക്കുന്നത്. ഇവളാണ് രാജാവിനെ കൊണ്ട് എല്ലാ ക്രൂരകൃത്യങ്ങളും ചെയ്യിക്കുന്നത് എന്നാണ് ജനസംസാരം. എന്നാൽ ഈ കാങ്ങിന് അധികം ആർക്കും അറിയാത്ത ഒരു പാസ്റ്റ് ഉണ്ട്. ഈ കാങ് ജനിച്ചതും വളർന്നതും ഒരു വേശ്യാലയത്തിലാണ്. അവൾ വലുതായപ്പോൾ അവളുടെ അമ്മ അവളെ ഒരു പ്രഭുവിന് വിറ്റു. ആ പ്രഭു അവളെ എന്നും അടിക്കുകയും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. ഒടുവിൽ സഹികെട്ട് അവൾ ആ പ്രഭുവിനെ കൊന്നു. അങ്ങനെ അവൾ ജയിലിലായി. 7 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്. ആ സമയത്ത് അവളെ കാണാനായി ഒരാൾ വന്നു. ആ രാജകുടുംബത്തിൽ തന്നെ പെട്ട ഒരാളാണത്. ജേസൺ എന്നാണ് അയാളുടെ പേര്. അയാൾ വന്ന ഉടനെ അവളുടെ ശരീരത്തിലൊക്കെ തൊടാൻ തുടങ്ങി. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നതാണെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾക്കും ആവശ്യം അത് തന്നെയാണ് അല്ലേ എന്ന് കാങ് അവനോട് ചോദിച്ചു. ജേസൺ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു പെണ്ണായിട്ടല്ല കാണുന്നത്. എനിക്ക് നിന്റെ വിശ്വസ്തതയാണ് വേണ്ടത്. ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പോവാണ്. ഈ ജേസനും രാജാവിനെ കൊന്ന് ആ സ്ഥാനം പിടിച്ചെടുക്കണം. അതിന് കാങ്ങിന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ ജേസൺ അവളെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് രാജാവിന് സമ്മാനിച്ചു. അവൾ രാജാവിന് പ്രിയപ്പെട്ടവളായി. രാജാവിന് ഇതൊന്നും അറിയില്ല. രാജാവ് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല എന്ന വിവരം കിട്ടിയ ഉടനെ അവൾ ഈ വിവരം പറഞ്ഞ് ജേസന് സന്ദേശം അയച്ചു. എന്നാൽ ജേസൺ അല്ല ഇതിന് പിറകിൽ. രാജാവിനെ വെറുതെ കൊന്നാ പോരല്ലോ. രാജാവിനെ ഇല്ലാതാക്കി ആ സ്ഥാനത്തേക്ക് ജേസന് കയറുകയും വേണം.
അതിന് പറ്റിയ ഒരു സമയം നോക്കി നിൽക്കുകയാണ് ജേസൺ. അതുകൊണ്ട് ജേസൺ കൂട്ടാളികളെയെല്ലാം വിളിപ്പിച്ചു. ഞാനറിയാതെ നിങ്ങൾ ആരെങ്കിലും ആണോ ഇതിന് പിന്നിൽ എന്ന് ചോദിച്ചു. പക്ഷേ അവരാരും ആയിരുന്നില്ല. ഇതിനു പിന്നിൽ മറ്റാരോ ആണ്. രാജാവിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ആരെങ്കിലും തട്ടിക്കളഞ്ഞതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേക്കും രാജാവും ജിയോങ്ങും നടന്ന് നടന്ന് ആളൊടിഞ്ഞൊരു വീട്ടിലെത്തി. രാജാവ് ഉടനെ ആ വീടിന്റെ ഗേറ്റ് കാലുകൊണ്ട് തള്ളി തുറന്നകത്തേക്ക് കയറി. ഇത് കണ്ട് ജിയോങ് അവനോട് പറഞ്ഞു, ഇത് വേറെ ആരുടെയോ വീടാണ്, കുറച്ച് മര്യാദയൊക്കെ കാണിക്ക്, അവരുടെ ഗേറ്റ് തകർന്നു പോവും. അപ്പൊ രാജാവ് പറയും, ഈ സ്ഥലം മുഴുവൻ എന്റേതാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ് എന്ന്. ദേ പിന്നെയും തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ജിയോങ് ആ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് രാജാവ് വീണ്ടും പറഞ്ഞു, ഇത് രാജാവിന്റെ വേട്ട സ്ഥലമാണ്, ഇവിടെയൊന്നും ആരുമില്ല, ഇവിടെയുള്ളവരെല്ലാം ഒഴിഞ്ഞുപോയി എന്ന്. ഓ, ഈ യോനുഗിൻ എന്ന് പറഞ്ഞ രാജാവിന്റെ കാലത്തുള്ളതുപോലെയാണോ എന്നവള് ചോദിച്ചു. ഈ യോനുഗിൻ രാജാവിന്റെ കാലത്ത് ഒരുപാട് പേരെ കൊലപ്പെടുത്തുകയും ഇതുപോലെ ആളുകളെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെയ്യോങ് എന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട്. രാജ്യത്തെ പെൺകുട്ടികളെയെല്ലാം രാജാവിന് വേണ്ടി പിടിച്ചുകൊണ്ടുപോവാൻ എന്നൊക്കെ ജിയോങ് പറയാണ്. അപ്പൊ രാജാവ് ചോദിക്കും, നീ പറയുന്നത് എന്റെ കാര്യമാണോന്ന്? അല്ലല്ല, ഇതൊരു 500 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്ന് ജിയോങ്ങും പറയും. എന്നിട്ടും രാജാവിനുള്ളില് ദേഷ്യം വരുന്നുണ്ട്. എന്ത് അസംബന്ധാണ് ഇവള് പറയുന്നത്? രാജാവ് അവളോട് ചോദിക്കും, രാജാവിനെ ചതിക്കുന്നവരെ വധിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുപോലെ ഈ വീട്ടിലുള്ളവരെ ഒന്നും ഓടിച്ചു വിട്ടതല്ല, അവരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാർപ്പിച്ചതാണ്. പിന്നെ രാജാവിന്റെ ഏറ്റവും വലിയ കടമ പിൻഗാമികളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രാജാവിന്റെ കുട്ടികളെ പ്രസവിക്കുന്നതുകൊണ്ട് അവർക്കല്ലേ ഗുണം? രാജാവ് അവർക്ക് ഉപകാരമല്ലേ ചെയ്യുന്നത് എന്ന് ഹിയോൻ ചോദിച്ചു. ഇതൊക്കെ ചോദിക്കുമ്പോഴേക്കും അവന്റെ ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അയ്യോ, ചൂടാവല്ലേ, നീ പിൻഗാമികളെ ഉണ്ടാക്കോ, വേട്ടയാടാൻ പോവോ, എന്താന്ന് വെച്ച ചെയ്യ്. ഈ വീട്ടില് ആരെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജിയോങ് ആ വീട്ടിനകത്തേക്ക് പോയി. നേരത്തെ നദിയിൽ വീണ് അവളുടെ ഉടുപ്പെല്ലാം നനഞ്ഞിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റണം. അവിടെ നോക്കിയപ്പോ കുറച്ച് തുണികളൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. അവൾ അകത്തേക്ക് പോയി അതെടുത്തിട്ടു. പെട്ടെന്ന് ആ വീടിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു ചൂലും കൊണ്ട് ജിയോങ്ങിനടുത്തേക്ക് വന്നു. പാതിരാത്രിക്ക് ആരും ഇല്ലാന്ന് കരുതി കക്കാൻ കയറതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ അടുക്കുന്നത്. ഞാൻ ആരെയും കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്, അല്ലാതെ കക്കാൻ കയറതൊന്നുമല്ല എന്ന് ജിയോങ് പറഞ്ഞു. പക്ഷെ കുറച്ച് ഒച്ചത്തിലാണ് പറഞ്ഞത്. ഉടനെ ആ പെൺകുട്ടി പറയും, ഒച്ച വെക്കില്ലേ, പതുക്കെ പറയും, ഇല്ലെങ്കിൽ ജിയോങ് വന്ന് നിന്നെ പിടിച്ചോണ്ടുപോകും. ഇത് കേട്ടതും ജിയോങ്ങിന് ആകെ കൺഫ്യൂഷനായി. ജിയോങ് ആ പെൺകുട്ടിയോട് അവളുടെ പേര് ചോദിച്ചു. സിയോ എന്നാണ് അവളുടെ പേര്. നമ്മളിപ്പോഴുള്ളത് ഏത് വർഷമാണ് എന്ന് അവൾ ചോദിച്ചു. ഇത് നീലക്കൊരങ്ങന്റെ വർഷാണ് എന്നവള് പറഞ്ഞു. പുരാതന കാലത്തെ കൊറിയക്കാരാണ് വർഷങ്ങൾക്ക് ഇങ്ങനെ പേരിടുന്നത്. ജിയോങ്ങിന് ആകെ സംശയായി. ഇതെന്താ ജെസോങ് കാലഘട്ടമാണോ വർഷങ്ങൾക്ക് ഇങ്ങനെ പേരിടാൻ എന്നവള് ചോദിച്ചു. അതെ, ഇത് ജെസോങ് കാലഘട്ടം തന്നെയല്ലേ എന്ന് ആ പെൺകുട്ടിയും മറുപടി പറഞ്ഞു. ജിയോങ്ങിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. അതിനാ ഫോൺ ഇരിക്കുന്നത് ബാഗിലല്ലേ. ആ പുറത്തിരിക്കുന്നവൻ കാരണം ആ ബാഗും കാണാതായി. അപ്പോഴേക്കും സിയോയിന്റെ വയറിൽ നിന്നും ഒരു ശബ്ദം. പാവം, അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ ജിയോങ് അവളോട് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അത് കഴിഞ്ഞ് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്റെ കൂടെ ആ കിഴക്കാൻ തുക്കായ പാറയില്ലേ, അവിടേക്കൊന്ന് വരണം. ഭക്ഷണം എന്ന് കേട്ടപ്പോ സിയോയ്ക്ക് സന്തോഷായി. ആ, എനിക്ക് ഈ സ്ഥലത്തിന്റെ മുക്കും മൂലയും അറിയാം, ഞാൻ കൊണ്ടുപോവാം എന്ന് അവൾ സമ്മതിച്ചു. എന്നാ ശരി, വാ, അടുക്കള എവിടെയാന്ന് കാണിച്ചതാ എന്ന് ജിയോങ് പറഞ്ഞു. അടുക്കളയിലേക്ക് കൊണ്ടുപോയപ്പോഴോ വീടിന്റെ മുറ്റത്ത് ഒരരികിൽ അടുപ്പ് കൂട്ടിയിരിക്കുന്നു. അവിടെ വലിയ ചെമ്പും കലങ്ങളും ഒക്കെ ഉണ്ട്. സിയോ അപ്പോഴേക്കും അവൾ കാട്ടിൽ നിന്നും ശേഖരിച്ച കുറെ പച്ചക്കറികളും അരിയും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു. ഈ സെറ്റപ്പൊക്കെ കാണുമ്പോഴും ജിയോങ്ങിന് സംശയമുണ്ട്. കരണ്ടില്ല, സ്റ്റൗവില്ല, എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഏതായാലും ആദ്യം ഭക്ഷണം ഉണ്ടാക്കാം. എന്തുണ്ടാക്കും? ഇവിടെ ആകെ അരിയും കുറച്ച് പച്ചക്കറികളേ ഉള്ളൂ. അപ്പോഴാണ് അവൾ ഓർത്തത്, അവൾ ഇട്ട കോട്ടിനകത്ത് കുറച്ച് ചില്ലി പേസ്റ്റും ബട്ടറും ഒക്കെ ഉണ്ട്. അവൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്നു. സിയോവും അവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തു. ഈ സിയോക്കൊരു ഗുണമുണ്ട്, എന്ത് സാധനവും മണം പിടിച്ചു കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിയും. മണക്കാനുള്ള ശക്തി അവൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അങ്ങനെ ജിയോങ് അരിയും കാട്ടുകിഴങ്ങും ഒക്കെ വേവിച്ചെടുത്തു. എന്നിട്ട് ഈ ചില്ലി പേസ്റ്റും ബട്ടറും ഒക്കെ ചേർത്ത് ബിബിംബാപ്പ് എന്നൊരു വിഭവം ഉണ്ടാക്കി. ഗുച്ചുജങ് ബട്ടർ ബിബിംബാപ്പ്. എന്നിട്ട് ആ ഭക്ഷണമൊക്കെ നന്നായി പ്ലേറ്റ് ചെയ്തു. നമ്മുടെ രാജാവ് ഇപ്പോഴും ആ വീട്ടുമുറ്റത്ത് തന്നെ ഇരിക്കുകയാണ്. ഭക്ഷണം എടുത്ത് ജിയോങ് സിയോയെയും കൂട്ടി അവിടേക്ക് വന്നു. സിയോയ്ക്ക് ചെറിയ പേടിയുണ്ട്. ഇതാരാന്നറിയില്ലല്ലോ. നീ പേടിക്കൊന്നും വേണ്ട, ഇവന് തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ജിയോങ് അവൾക്ക് ധൈര്യം കൊടുത്തു. രാജാവ് നോക്കിയപ്പോ ഇതുവരെ കാണാത്ത ഒരു വിഭവം മുന്നിലിരിക്കുന്നു. ഇതെന്താ എന്ന് ചോദിച്ചപ്പോ ഗുച്ചുജങ് ബട്ടർ ബിബിംബാപ്പ് എന്നവള് പറഞ്ഞു. ഈ ബട്ടാ എന്ന് പറയുന്ന സാധനമൊന്നും ഈ രാജാവ് ജീവിതത്തിൽ കേട്ടിട്ടില്ല. അപ്പോഴേക്കും ജിയോങ് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് സ്പൂണിലെടുത്തു. എന്നിട്ട് അവന്റെ വായ തുറക്കാൻ പറഞ്ഞു. പക്ഷേ രാജാവിന്റെ വായ തുറക്കുന്നു. മറ്റൊരാള് കഴിച്ചു കാണിക്കാതെ ഞാനത് കഴിക്കില്ല എന്ന് രാജാവ് പറഞ്ഞു. രാജകൊട്ടാരത്തില് അങ്ങനെയൊരു സമ്പ്രദായമുണ്ട്.
രാജാവ് കഴിക്കുന്നതിനു മുമ്പ് അതിൽ നിന്നും കുറച്ച് ഭക്ഷണമെടുത്ത് ആരെങ്കിലും ഒരാൾ കഴിച്ചു നോക്കും. രാജാവിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനാണത്. ജിയോങ്ങിന് ഇതൊന്നും അറിയില്ലല്ലോ. ആ ശരി, തർക്കിച്ചു നിൽക്കാനൊന്നും എനിക്ക് വയ്യ, ഞാൻ തിന്നു കാണിക്കാം എന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് അവള് കഴിച്ചു. എന്നിട്ട് വീണ്ടും സ്പൂണിൽ കുറച്ച് ഭക്ഷണം എടുത്ത് രാജാവിനും കൊടുത്തു. ആ ഭക്ഷണം വായിൽ വെച്ചതും രാജാവിന് കണ്ണും മൂക്കും ഒക്കെ എരിയാൻ തുടങ്ങി. കത്തുന്ന പോലെയൊക്കെ തോന്നി. രാജാവ് ചുമക്കാൻ തുടങ്ങി. നീ എന്തെങ്കിലും ചുമക്കൊക്കെ ചെയ്യുന്നേ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജിയോങ് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിച്ചു നോക്കി. ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ജിയോങ് പറഞ്ഞു. എന്നാ ഞാൻ കഴിച്ചു നോക്കാം എന്ന് സിയോ പറഞ്ഞു. എന്നിട്ട് കുറച്ചെടുത്ത് സിയോയും കഴിച്ചു. സിയോക്കും അതേ റിയാക്ഷൻ, ചുമയോട് ചുമ. നാവും കണ്ണും മൂക്കും ഒക്കെ എരിയുന്നു. കാരണം 500 വർഷങ്ങൾക്ക് മുമ്പ് കൊറിയക്കാർ മുളക് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നില്ല. എരിവ് എന്ന് പറഞ്ഞൊരു രുചിയെ അവർക്കറിയില്ല. കഴിച്ചു തുടങ്ങിയപ്പോ മാത്രമേ പ്രശ്നമുള്ളൂ. ആ എരിച്ചിലങ്ങ് കുറഞ്ഞപ്പോഴേ നല്ല സ്വാദുണ്ട് എന്ന് സിയോ പറഞ്ഞു. എന്നാ ശരി, നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം, ഇവന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ജിയോങ്ങും സിയോയും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. രാജാവ് അവരെ തന്നെ നോക്കിയിരിക്കാണ്. അവന് നല്ല വിശപ്പുണ്ട്. അവന്റെ ഇരിപ്പ് കണ്ടപ്പോ ജിയോങ്ങിന് പാവം തോന്നി. കുറേശ്ശെയായി അവൾ വാരിക്കൊടുത്തു. അവൾ വാരിക്കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ രാജാവിന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. എരിവ് കാരണമായിരിക്കും എന്നാണ് ജിയോങ് വിചാരിച്ചത്. പക്ഷേ ശരിക്കും അവന്റെ അമ്മയെ ഓർത്തുപോയതാണ്. ചെറുപ്പത്തില് അവന്റെ അമ്മ അവന് വാരിക്കൊടുത്തത് അവൻ ഓർത്തു. അമ്മയെ അവൻ ഇപ്പോഴും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിയോങ്ങും സിയോയും കൂടെ ആ കിഴക്കാൻ തൂക്കായ പാറയിലേക്ക് പുറപ്പെട്ടു. ജിയോങ്ങിന്റെ ബാഗ് കണ്ടുപിടിക്കണല്ലോ. പോകുന്ന വഴിയിൽ ഒരു അരുവിയുണ്ട്. നല്ല ശുദ്ധമായ ജലമൊഴുകുന്ന ഒരു അരുവി. ജിയോങ്ങിന്റെ തലയിലൊക്കെ ഇപ്പോഴും അഴുക്കുണ്ട്. ആ വിമാനത്തിൽ നിന്ന് നേരെ ഈ കാട്ടിലേക്കല്ലേ വന്നു വീണത്. ഈ മുടിയിലെ അഴുക്കൊക്കെ കഴുകിക്കളയുന്നോ എന്ന് സിയോ ജിയോങ്ങിനോട് ചോദിച്ചു. ആ, നല്ല ഐഡിയ ആണ് എന്ന് പറഞ്ഞ് ജിയോങ്ങും സിയോയും കൂടി അരുവിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടേക്ക് കുറേ ആളുകൾ വരുന്നത്. ബോൺ അപ്പറ്റീറ്റ് യുവർ മെജസ്റ്റി എന്ന ഈ K-ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, വീഡിയോ ഹൈപ്പ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. ഈ ഡ്രാമയുടെ അടുത്ത എപ്പിസോഡുമായി വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.